എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സീഗഡി മച്ച്ലി സൂക്കി ക്യൂ നഹി എന്നുള്ള ലോകകഥയിലെ ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബച്ച പടാ പടാ ക്യൂ റോത്താ രഹത്താ. കുട്ടി അവിടെ കിടക്കുന്ന കിടപ്പില് എന്തുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബച്ച ഛോട്ടാ ഥ, ആ ഒരു കുട്ടി ചെറിയൊരു കുട്ടിയായിരുന്നു. ഇസ്ലിയെ വ റോത്താ രഹത്താ ഥ, അതുകൊണ്ടാണ് അത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത്. കഹാനി മേ ആകെ പതാ ചലതാ ഹൈ കി ഉസ് ദിൻ ബच्चे को चींटी ने काट लिया था. കഹാനി മേ ആകെ പതാ ചലതാ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഈ ഒരു ലോകകഥയില് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയില് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് പതാ ചലതാ ഹൈ മനസ്സിലാകുന്നു. കി ഉസ് ദിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം ബच्चे को चींटी ने काट लिया था, കുട്ടിയെ എന്താണ് ഉറുമ്പ്, ചീട്ടി എന്ന് വെച്ചാൽ എന്താണ്, ഉറുമ്പ്, നെ കാട്ട് ലിയാത്ത, കുട്ടിയെ ഉറുമ്പ് കടിച്ചിരുന്നു. ഇസി വജഹ സെ വ റോ രഹാ ഥ, ഈ കാരണം കൊണ്ടാണ് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് എന്താണ് കഥയില്, ആ ഒരു ലോകകഥയില് മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ച്ലിയ അബി ബി സൂഖി നഹി ഥി ക്യൂ എന്നാണ് ചോദിക്കുന്നത്. അതായത് മീനുകള് അപ്പോഴും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ച്ലിയാ ഇസ്ലിയെ സൂഖി നഹി ഥി ക്യോങ്കി ഉൻഹെ ധൂപ് നഹി മിൽ രഹി ഥി. എന്താണ്, മീനുകള് ഉണങ്ങാതിരുന്നതിന്റെ കാരണം എന്താണ്, ഉൻഹെ ധൂപ് നഹി മിൽ രഹി ഥി, അവയ്ക്ക് ധൂപ്പ്, വെയില്, നഹി മിൽ രഹി ഥി, കിട്ടാത്തത് കൊണ്ടായിരുന്നു. ധൂപ് ഇസ്ലിയെ നഹി മിലി ക്യോങ്കി ഘാസ് ബഹുത് ബഡ് ഗയി ഥി, എന്തുകൊണ്ടാണ് വെയില് കിട്ടാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഘാസ്, പുല്ല്, ബഹുത് ബഡ് ഗയി ഥി, ഒരുപാട് വളർന്നിരുന്നു, അതുകൊണ്ടാണ്. ഓർ ഉസ്നെ ധൂപ് കോ റോക്ക് രഖാ ഥ, അതുപോലെ തന്നെ ഈ പുല്ലിങ്ങനെ വളർന്നിട്ട് എന്താണ്, വെയിലിനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഘാസ് ഇസ്ലിയെ ബഡി ക്യോങ്കി ബച്ച്ഡെ നെ ഉസെ ഖായ നഹി ഥ, എന്തുകൊണ്ടാണ് പുല്ല് വളർന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ബച്ച്ഡ, പശുക്കുട്ടി അതിനെ കഴിക്കാത്തത് കൊണ്ടാണ്. बछड़े ने घास नहीं खाई क्योंकि उसकी रस्सी नहीं खोली गई थी. അതുപോലെ തന്നെ ബച്ചട എന്താണ്, പുല്ല് കഴിച്ചില്ല, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബച്ചടയുടെ റസ്സി നെഹി ഖോലി ഗയി തി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പശുക്കുട്ടിനെ കെട്ടിയിരുന്ന കയറ് അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നില്ല. റസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്. റസ്സി ഇസ്ലിയെ നെഹി ഖുലി ക്യോങ്കി ഘർ കി ഔറത്ത് ബच्चे को संभालने में लगी थी. അപ്പം ഈ ഒരു കയറ് എന്താണ് അഴിച്ചുവിടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലെ ആ സ്ത്രീ കുട്ടിയെ എന്താണ് നോക്കുന്നതില് ബിസി ആയിരുന്നു എന്നുള്ളതാണ്. और बच्चा इसलिए रो रहा था क्योंकि उसे चींटी ने काट लिया था. അപ്പൊ കുട്ടി കരഞ്ഞിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉറുമ്പ് കടിച്ചിരുന്നത് കൊണ്ടാണ്. ഇസ് തര ഏക് കാരണം ദൂസരെ സെ ജുഡാ ഹുവാ ഥാ, इसलिए जब तक ये सारी बातें ठीक नहीं हुई തബ് തക് മച്ച്ലിയാ സൂപ്പ് നെഹി പായി. അപ്പം ഓരോ കാരണങ്ങളും മറ്റൊന്നുമായിട്ട് ജുഡാ ഹുവാ ഥാ എന്ന് വെച്ചാൽ കണക്റ്റഡ് ആയിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ ജബ് തക് യേ സാരി ബാത്തേ ഠീക് നെഹി ഹുയി, ഈ കാര്യങ്ങളും ഒക്കെ ശരിയാവുന്നിടത്തോളം തബ് തക് മച്ച്ലിയാ സൂപ്പ് നെഹി പായി, എന്താണ്, മീനുകൾക്ക് ഉണങ്ങാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി പോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അധികം മാർക്കൊന്നും ഇല്ലാത്തൊരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ്, മച്ച്ലിയാ ഇസ്ലിയെ സൂഖി നഹി ക്യോങ്കി ഉन्हें ധൂപ് നഹി മിൽ രഹി ഥി എന്നുള്ള സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ജസ്റ്റ് 1 മാർക്കിന്റെ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള സമയവും സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വലിയൊരു ആൻസർ ആക്കി എഴുതിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുജ്സെ ക്യോ പൂച്ച്തി ഹോ ഘാസ് സെ പൂച്ചോ ആപ് ഇസ്സെ സെഹമത് ഹൈ ക്യോ. അപ്പം എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്, പുല്ലിനോട് ചോദിക്കൂ എന്ന് സീഗഡി മച്ച്ലി പറയുന്നുണ്ട്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സെഹമത് എന്ന് വെച്ച് കഴിഞ്ഞാല് യോജിക്കുക, അല്ലെങ്കിൽ ആപ് ഇസ്സെ സെഹമത് ഹൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ, യോജിക്കുന്നുണ്ടെങ്കിൽ ക്യൂ, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാ കുച്ച് ഹദ് തക് സെഹമത് ഹോ സക്തേ ഹൈ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുച്ച് ഹദ് തക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ, സെഹമത് ഹോ സക്തേ ഹൈ എന്താണ് യോജിക്കാനായിട്ട് കഴിയും. ക്യോങ്കി സീഗഡി മച്ച്ലി കാ കഹന സഹി ഹൈ, എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സീഗഡി മച്ച്ലി പറഞ്ഞത് ശരിയാണ്. കി ഉസ്കി അപ്നി കോയി ഗൽത്തി നഹി ഹൈ, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഗഡി മച്ച്ലിയുടെ സ്വന്തമായിട്ടുള്ള ഗൽത്തിയൊന്നുമില്ല, തെറ്റൊന്നുമില്ല. അസ്ലി കാരൺ ഘാസ് കാ ബഡ്ന ഥ, യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, പുല്ല് വളർന്നതാണ്. ലേക്കിൻ ഹർ പാത്ര, പക്ഷെ എല്ലാ
എല്ലാ കഥാപാത്രവും, ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ? സീഗിടി, ഘാസ്, ബച്ച്ഡ, ബച്ച, ചീറ്റി, യഹി കെഹ രഹാ ഹെ. അവരെല്ലാരും എന്താ പറയുന്നത്? ഇത് തന്നെയാ പറയുന്നത്, മേരി ഗൽത്തി നഹി ദൂസരെ സെ പൂച്ചോ, എന്റെ തെറ്റല്ല മറ്റുള്ളവരോട് ചോദിക്കൂ എന്നുള്ളത്. യഹ് ദിഖാത്ത ഹെ കി സബ് ഏക് ദൂസരെ പർ ജിമ്മെദാരി ടാൽ രഹേ ഹെ. ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും എന്താണ് ചെയ്യുന്നത്? ഏക് ദൂസരെ പർ, മറ്റുള്ളവരുടെ മേലെ ജിമ്മെദാരി ടാൽ രഹേ ഹെ എന്താണ്, ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. കോയി ബി അപ്നി ബാത് മാനനെ കോ തയ്യാർ നഹി ഹെ. ആരും എന്താണ് സ്വന്തം തെറ്റ് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. യഹി കഹാനി കി ഖാസിയത്ത് ഹെ. ഇത് തന്നെയാണ് കഹാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലും എന്താണ്, ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താ, 1-2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ, 1 മാർക്കിനൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ലൈൻ മാത്രം എഴുതിയാൽ മതി, ഗാസ് കാ ബഡ്ന ഥ എന്നുള്ളത് വരെ എഴുതിയാൽ മതി. പക്ഷെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബച്ചഡേ കോ ക്യോ നഹി ഛോടാ, പശുക്കുട്ടിയെ എന്തുകൊണ്ട് അഴിച്ചുവിട്ടില്ല? ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹെ. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മച്ചുവാരി കി ബീവി കി ബാത് സഹി ലഗ്തി ഹെ. ആ മച്ചുവാരയുടെ ഭാര്യ പറഞ്ഞ കാര്യം സത്യമാണെന്നാണ് തോന്നുന്നത്. ക്യോങ്കി ജബ് ബച്ച റോ രഹാ ഥാ തോ വ ഉസെ സംഭാലനെ മേ വ്യസ്ത ഥി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി കരഞ്ഞിരുന്ന സമയത്ത് എന്താണ്, ഈ സ്ത്രീ ഉസെ സംഭാലനെ മേ വ്യസ്ത ഥി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നതില്, കുട്ടിയുടെ കരച്ചില് മാറ്റുന്നതില് വ്യസ്ത ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി ആയിരുന്നു എന്നുള്ളതാണ്. ഓർ ബച്ചഡേ കോ ഖോൽനെ കാ സമയ ഹി നഹി മില. അതുകൊണ്ട് തന്നെ എന്താണ്, പശുക്കുട്ടിയെ അഴിച്ചുവിടാനായിട്ടുള്ള സമയം കിട്ടിയില്ല. യഹ് ദിഖാത്ത ഹെ കി ഹർ കാം ഏക് ദൂസരെ സെ ജുഡാ ഹുവാ ഹെ. ഇത് കാണിക്കുന്നത് എന്താണ്, ഓരോ കാര്യവും മറ്റ് പല കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. ഏക് കാം റുക്നെ സെ ദൂസറ കാം ബി റുക് ജാത്ത ഹെ. ഒരു കാര്യം നിൽക്കുകയാണെങ്കിൽ, തടസ്സപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും തടസ്സപ്പെടും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ലിഖേ ബൂഢി അമ്മ കിം കിംസെ മിലി. അപ്പം ബൂഢി അമ്മ ആരെയൊക്കെയാണ് കണ്ടത്, ആരോടൊക്കെ ഒപ്പാണ് കണ്ട് സംസാരിച്ചത് എന്നുള്ളതാണ്. അപ്പം ആരിനെയൊക്കെയാണ്? ഇവിടെ സീഗിടി മച്ച്ലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോക്സിൽ സീഗിടി മച്ച്ലി എന്നുള്ളത് ഫില്ല് ചെയ്യുക. പിന്നീട് എന്താണ്, പുല്ലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അവിടെ ഘാസ് എന്നുള്ളത് ഫില്ല് ചെയ്യുക. പശുക്കുട്ടീന്റെ അവിടെയുള്ള ബോക്സിൽ ബച്ഛഡ എന്നുള്ളത് ഫില്ല് ചെയ്യുക. പിന്നെ സ്ത്രീന്റെ അവിടെ ഓരത്ത് അല്ലെങ്കിൽ ബച്ചേ കി മാ എന്ന് ഫില്ല് ചെയ്യുക. പിന്നെ കുട്ടിയുടെ അവിടെ ബച്ച എന്നും ഉറുമ്പിന്റെ അവിടെ ചീട്ടി എന്നും ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? റംഗ് ദേ ഉചിത് സംവാദ് സെ ജോഡേ. അതായത് ഇവിടെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിനൊക്കെ റംഗ് ദേനാന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചെയ്യുക എന്നുള്ളതാണ്. കളർ ചെയ്യുക, എന്നിട്ട് ഓരോ സംവാദം, ഓരോ സംഭാഷണവും ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, ജബ് ബच्चे ने रोना ही बंद नहीं किया तो मैं बछड़े को कैसे छोड़ती. ഇത് ആരാ പറഞ്ഞത്? ബച്ചേ കി മാ ആണ് പറഞ്ഞത്. അപ്പം ഈ സ്ത്രീയുമായിട്ട് അതിനെ മാച്ച് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബച്ചഡേനെ മുജെ നെഹി ഖായ തോ മേ ക്യാ കറൂം. അതായത് പശുക്കുട്ടി എന്നെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലിപ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചത് ആരാണ്? ഘാസ് ആണ്. അപ്പം ആ ഒരു ഡയലോഗിനെ എന്താണ്, ഘാസുമായിട്ട് മാച്ച് ചെയ്യുക. പിന്നീട് ഘർ കി ഔറത് നെ മേരി രസ്സി നഹി ഖോലി തോ മേ ക്യാ കറൂം എന്ന് പറഞ്ഞത് ആരാണ്? ബച്ഛഡയാണ്. പശുക്കുട്ടിയാണ് അത് പറഞ്ഞത്. എന്നെ കയറഴിച്ചു വിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പുല്ല് കഴിക്കുക എന്നുള്ള രീതിക്ക്. പിന്നെ അടുത്തതായിട്ട് മുജെ ചീട്ടീനെ കാട്ടാ ഥാ തോ മേ ക്യാ കറൂം എന്ന് പറഞ്ഞത് ആരാണ്? ബച്ച. അപ്പൊ അതിനെ കുട്ടീനായിട്ട് മാച്ച് ചെയ്യുക. പിന്നെ ലാസ്റ്റ് എന്താ, തും ചട്ടായി കു ലപേട്ട് ലോ ഓർ മുജെ ജാനേ ദോ എന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? ചീട്ടിയാണ് പറഞ്ഞത്. അങ്ങനെ അതിനെ മാച്ച് ചെയ്യുക, പിന്നെ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, നീച്ചെ ദിയേ ഗയേ വാക്യ പർ ധ്യാൻ ദേ. താഴെ തന്നിട്ടുള്ള സെന്റൻസ് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ബൂഢി അമ്മ മച്ച്ലിയോ കോ സുഖാ രഹി ഥി. ആ പ്രായം ചെന്ന സ്ത്രീ എന്താണ്, മീനുകളെ ഉണക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്, ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു. പാഠ് ഭാഗ് സെ ആസെ വാക്യ ചുൻകർ ലിഖേ. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം ഇവിടെ ഹി അല്ലെങ്കിൽ ഥ എന്ന് എൻഡ് ചെയ്യുന്ന വാക്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് പാസ്റ്റ് ടെൻസിലുള്ള വാക്യങ്ങള്, ഭൂതകാലത്തിലുള്ളത്, കഴിഞ്ഞു പോയത് എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, അപ്പം ബച്ച एक चटाई पर पड़ा पड़ा रो रहा था, ഫസ്റ്റ് സെന്റൻസ്. പിന്നെ ബൂഢി അമ്മ ചബൂത്തരെ पर बैठी थी എന്നുള്ളത്. വ एक हाथ से बच्चे को सहला रही थी എന്നുള്ളത്.
3 സെന്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ആസ് എ അധിക് വാക്യ ബനായി. പിന്നെ ഇവിടെ ടേബിളിൽ കുറച്ച് മോഡൽ തന്നിട്ടുണ്ട്, അതേപോലെ വാക്യങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ആദ്യം എന്താണ്? മച്ചുവാര ആ രഹാ ഹെ, അതിനെ മച്ചുവാര ആ രഹാ ഥ എന്നാക്കിയിട്ട് മാറ്റുന്നു. അതുപോലെ രണ്ടാമത്തെ എന്താ? മച്ചുവാരിൻ ആ രഹി ഹെ, അത് ആ രഹി ഥി എന്നാക്കിയിട്ട് മാറ്റി. ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്താ? ബച്ചഡ ഖാ രഹാ ഹെ, അതിനെ ബച്ചഡ ഖാ രഹാ ഥ എന്നാക്കിയിട്ടാണ് മാറ്റി എഴുതേണ്ടത്. ബൂഡി അമ്മ ബാഡ് രഹി ഹെ എന്നുള്ളത് ബൂഡി അമ്മ ബാഡ് രഹി ഥി എന്നാക്കി മാറ്റണം. ചീണ്ടി ചൽ രഹി ഹെ എന്നുള്ളത് ചീണ്ടി ചൽ രഹി ഥി എന്നാക്കിയിട്ട് മാറ്റണം. കൗവ ഭാഗ് രഹാ ഹെ എന്നുള്ളത് കൗവ ഭാഗ് രഹാ ഥ എന്നാക്കിയിട്ട് മാറ്റണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ഗ്രിഡ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് പല പല വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു 12 വാക്കുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ താഴെ എടുത്തെഴുതണം. എന്തൊക്കെയാണ്? ഘാസ്, ചട്ടായി, മछली, മച്ചുവാര, ബീവി, ദാല്, രാത്ത്, ജാല്, औरत, സീഗിടി, ബാസാർ, റസ്സി, ചീന്തി തുടങ്ങിയവയാണ്. ഓക്കെ, ഈ വാക്കുകളൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താഴെയുള്ള ഈ ലൈൻസിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? സംജെ ചുൻകർ ലിഖെ എന്നുള്ളതാണ്. മനസ്സിലാക്കുക എന്നിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇവിടെ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു മത്സ്യത്തൊഴിലാളി നിൽക്കുന്നുണ്ട്, പുരുഷനായിട്ടുള്ള മത്സ്യത്തൊഴിലാളി. താഴെ മച്ചുവാര എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ പത്തി, പിന്നെന്താണ്? ബച്ച, ബൂഡ എന്നുള്ള പിക്ചേഴ്സ് പ്ലസ് അതിന്റെ താഴെ ആ വാക്കുകൾ എഴുതി ചേർത്തേക്കാണ്. അപ്പൊ അവരുടെയൊക്കെ നേരെ അതേ റോള് ചെയ്യുന്ന സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിനുചിതമായിട്ടുള്ള വാക്കുകൾ ഇവിടെ തന്നിട്ടുള്ള ബോക്സിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം മച്ചുവാര എന്ന് എഴുതിയിട്ടുള്ള പിക്ചറിന് നേരെയുള്ള സ്ത്രീയുടെ അവിടെ മച്ചുവാരിൻ എന്ന് എഴുതി ചേർക്കണം. ഓക്കെ, മച്ചുവാരിൻ. പതി എന്നുള്ളതിന് നേരെ പത്നി എന്നുള്ളത് എഴുതി ചേർക്കുക. ബച്ച എന്നുള്ളതിന് നേരെ ബച്ചി എന്നും ബൂഢ എന്നുള്ളതിന് നേരെ ബൂഢി എന്നും എഴുതി ചേർക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ? ചിത്ര കഹാനി ബനായി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു 5 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പിക്ചറിന് ഉചിതമായിട്ടുള്ള ലൈൻസ് ഇവിടെ നിന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ പിക്ചറിൽ എന്താണ്? സൂര്യൻ കത്തി ജ്വലിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ? ജൽത്ത സൂരജ് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ പിക്ചറിൽ എന്താ? വാടി നിൽക്കുന്ന പൂക്കള്, അപ്പം മുർജായ ഫൂൽ. പിന്നെന്താണ്? മൂന്നാമത്തേല് പോധേ കോ സീഞ്ചന, അത് നനയ്ക്കുക എന്നുള്ളതിന് സീഞ്ചന എന്നാണ് പറയുക. അപ്പൊ പോധേ കോ സീഞ്ചന. അടുത്ത പിക്ചറിൽ ഖിലാ ഹുവാ ഫൂൽ, അതായത് വിരിഞ്ഞ പൂവ് എന്നുള്ളതാണ്. ലഡ്കി കി ഖുഷി, പിന്നെ പെൺകുട്ടിയുടെ ഖുഷി, സന്തോഷം എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പോസ്റ്റർ ബനായി എന്നാണ്. പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് അപ്പം ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. കച്ചറ മുക്ത് കേരൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള കേരളം എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് താഴെ എന്താ എഴുതി ചേർത്തിട്ടുള്ളത്? യ ധർത്തി ഹമാരി ഹി നഹി ആനി വാലി പീഡിയോ കി ഭി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് യ ധർത്തി, ഈ ഭൂമി, ഹമാരി ഹി നഹി, നമ്മളുടേത് മാത്രമല്ല, ആനെ വാലി പീഡിയോ കി ഭി ഹെ, വരാനിരിക്കുന്ന തലമുറകളുടേത് കൂടിയാണ് എന്നാണ് പറയുന്നത്. പീഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറ. അപ്പം ആനെ വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിക്ചേഴ്സ് ഒക്കെ വരച്ച് ചേർക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അവിടെ ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ച് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുക, പിന്നെ സൈഡില് വേസ്റ്റ് ബിന്നൊക്കെ കാണിക്കുക. അങ്ങനെ പ്ലാസ്റ്റിക്കിൽ നിന്നും മറ്റ് വേസ്റ്റുകളിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ള കേരളം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആക്കി മാറ്റുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ധർത്തി കോ ബച്ചാനെ കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹെ എന്നുള്ളതാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് കഴിയും? പ്രക്രിയാവും കി സൂചി തയ്യാർ കരെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. 3 കോളം ഉണ്ട്. ആദ്യത്തേല് ഘർ മേ, രണ്ടാമത്തെ സ്കൂൾ മേ, മൂന്നാമത്തെ സമാജ് മേ. അപ്പം വീട്ടിലും സ്കൂളിലും സമൂഹത്തിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വീട്ടിലത്തെ കാര്യം നോക്കാം.
കച്ചറേ കോ സൂക്ക ഓർ ഗീല അലഗ് അലഗ് റഖേ. അതായത് എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ഉണങ്ങിയതും നനഞ്ഞതൊക്കെ ആയിട്ടുള്ള വേസ്റ്റസ് സെപ്പറേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഫുഡ് വേസ്റ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ആക്കുക എന്നുള്ളത്. പ്ലാസ്റ്റിക് ഈ थैलियों का कम उपयोग करें. പ്ലാസ്റ്റിക് ബാഗ്സ് എന്താണ് വളരെ കുറച്ച് ഉപയോഗിക്കുക. बचे हुए खाने और सब्जी के छिलकों से खाद बनाएं. അതായത് ഫുഡ് വേസ്റ്റിൽ നിന്ന് ഖാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നാണ് പറയുന്നത്. കക്ഷാമേ കച്ചറ കൂടേദാൻ മെഹി ഡാലെ. ക്ലാസ്സിൽ എന്താണ് കച്ചറ വേസ്റ്റ് കൂടേദാൻ മെഹി ഡാലെ വേസ്റ്റ് ബിന്നിൽ മാത്രം ഇടുക. പേട് ലഗാനെ മേ മദദ് കരെ. മരങ്ങൾ നടാനായിട്ട് സഹായിക്കുക. പുറാനി ചീസോ കോ ദോബാര ഉപयोग करना सीखें. പഴയ സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കാനായിട്ട് എന്താണ് പഠിക്കുക എന്നുള്ളതാണ്. പുറാനി ചീസ് എന്ന് വെച്ചാൽ പഴയ സാധനങ്ങൾ. അപ്പം റീസൈക്കിൾ ചെയ്യുക റീയൂസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് സമാജ് മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തില്. സഡക്കോ പർ കച്ചറ നാ ഫേക്കെ. റോഡുകളിൽ എന്താണ് വേസ്റ്റ് വലിച്ചെറിയരുത്. സടക്ക് എന്ന് വെച്ചാൽ റോഡ്, ഫേക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയുക. അപ്പം നാ ഫേക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയരുത്. സാമുദായിക് സഫായി അഭിയാൻ മേ ഭാഗ് ലേ. അതായത് സമൂഹത്തിലെ സോഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്ലീനിങ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് കം പ്രयोग करने के लिए लोगों को जागरूक करें. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കുറയ്ക്കാനായിട്ട് ആളുകളെ ജാഗരൂകരാക്കുക എന്നുള്ളതാണ് സമാജ് മേലെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.